ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രശസ്ത സുവിശേഷകനായ റീൻഹാർഡ് ബോങ്കേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂടാരമുണ്ടായിരുന്നു. 45,000 പേർക്ക് ഇരിക്കാവുന്ന ആ കൂടാരം ഒരു പട്ടണത്തിലെ കൺവെൻഷൻ കഴിയുമ്പോൾ അടുത്തതിലേക്ക് ട്രക്കുകളിൽ കൊണ്ടുപോകും. സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഒരു അത്ഭുതമായിരുന്നു സഞ്ചരിക്കുന്ന ഈ കൂടാരം. അവർ ആഫ്രിക്കയിൽ ഒരു പട്ടണത്തിൽ കൺവെൻഷനായി കൂടാരം അടിച്ചു. 45,000 പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. എന്നാൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ആ രാത്രിയിൽ ഭയങ്കരമായ കൊടുങ്കാറ്റിൽ ആ കൂടാരം മുഴുവൻ തകർന്നു വീണു. എല്ലാവരും നിരാശരായി. ആ കൺവെൻഷൻ ഇനി നടത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് സംഘാടകരും ടീം അംഗങ്ങളും ദുഃഖിച്ചു. പക്ഷേ ബോങ്കെ നിരാശനായില്ല. അദ്ദേഹം മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ തകർന്ന കൂടാരത്തെ പ്രതി തൻ്റെ ശുശ്രൂഷ മാറ്റിവെക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. തുറന്ന സ്ഥലത്ത് കൂടാരമില്ലാതെ തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ സുവിശേഷ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ചരിത്രത്തിലാദ്യമായി 75,000 പേർ പങ്കെടുക്കുകയുണ്ടായി. അപ്പോഴാണ് കർത്താവിൻ്റെ പദ്ധതികൾ അവർക്ക് മനസ്സിലായത്. 45,000 പേർക്ക് ഇരിക്കാവുന്ന കൂടാരത്തിനുള്ളിൽ എങ്ങനെ 75,000 പേരെ ഉൾക്കൊള്ളിക്കാനാകും? മാത്രമല്ല, അന്നുവരെയും അവരുടെ പ്രാർത്ഥന കൂടാരം നിറയെ ആളുകൾ വരണമേ എന്നതായിരുന്നു. 45,000 പേർ എന്ന വേലിക്കെട്ടിന് ഉള്ളിലായിരുന്നു അവരുടെ പ്രാർത്ഥന. ദൈവം ആ വേലിക്കെട്ട് പൊളിച്ചു കളഞ്ഞു. അന്നു മുതൽ ബോങ്കെയുടെ കൺവെൻഷനുകളിൽ ആളുകളുടെ എണ്ണം കൂടുവാൻ തുടങ്ങി. 5 ലക്ഷം പേർ വരെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ ഒരേ സമയം പങ്കെടുത്തിട്ടുണ്ട്. നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് പരിധികൾ കൽപ്പിക്കുന്നവരാണ്. നമ്മുടെ വലിയ പദ്ധതികളും കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളെക്കാളും ചെറുതായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പദ്ധതികളെ തകർക്കും. നമ്മുടെ ശുശ്രൂഷകൾ തകരുമ്പോഴേ ദൈവത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കൂ. നമ്മുടെ കണക്കുകൂട്ടലുകൾ പൊളിയുമ്പോഴേ ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകളും തിരിച്ചറിയുവാനാകും. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകുന്ന പല തകർച്ചകളും യഥാർത്ഥത്തിൽ നമ്മുടെ നാശത്തിനല്ല, കൂടുതൽ വലിയ നന്മകളിലേക്ക് നമ്മെ ആനയിക്കുന്നതിന് വേണ്ടിയാണത്. പക്ഷേ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും സ്വന്തം പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ ദൈവമൊരുക്കുന്ന ഉപരി നന്മകൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിയാതെ പോകും. ബോങ്കെ തൻ്റെ തകർന്ന കൂടാരം വീണ്ടും പുതുക്കിപ്പണിയാനാണ് ശ്രമിച്ചിരുന്നത് എങ്കിൽ, കൂടാരം ശരിയാകുന്നതുവരെ സുവിശേഷ യോഗം നീട്ടിവയ്ക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. അതിനാൽ നമ്മുടെ നല്ല പദ്ധതികളും നന്മ നിറഞ്ഞ പ്രയത്നങ്ങളും തകരുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. അതിൽ നിന്നും കരകയറാൻ തലതല്ലി തളരാതിരിക്കുക. ശാന്തമായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുക. അപ്പോൾ തകർച്ചകൾ മാറ്റുന്ന ദൈവത്തെ നീ മുഖാമുഖം കാണും. കർത്താവിൽ പൂർണ്ണമായി നമുക്ക് വിശ്വാസം അർപ്പിക്കാം. സ്വന്തം ബുദ്ധിയിൽ ഒരിക്കലും നാം ആശ്രയിക്കരുത്. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ നമുക്ക് ആകാം. അവിടുന്ന് നമുക്ക് വഴി കാണിച്ചു തരും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പദ്ധതികൾ ഒരിക്കലും കർത്താവെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആകുവാൻ അവിടുന്ന് അനുവദിക്കരുത്. ഞങ്ങളുടെ പദ്ധതികൾ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ പദ്ധതികളായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ ദൈവിക ആലോചനകൾക്ക് ചെവി ചായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.